കർത്തൃനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് അനുഭവിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. അതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഒരു കർത്തൃദിവസം എന്നുള്ള നിലയിൽ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യമാണ് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. ഇസ്രായേൽ ജനം മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടെങ്കിലും പല പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നു. ചെങ്കടലിനെ വിഭാഗിച്ച് അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ നടത്തി. ഇപ്പോൾ യോർദാൻ നദിയുടെ കരയിൽ നിൽക്കുകയാണ്. യോർദാൻ അക്കരെ കടന്നെങ്കിൽ മാത്രമേ അവർക്ക് കനാൻ ദേശം കൈവശമാക്കുവാൻ കഴിയൂ. ദൈവം അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. ഈ വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ ദൈവം യോശുവയോട് കൽപ്പിച്ചതനുസരിച്ച് 3 ദിവസം ഇസ്രായേൽ ജനം ശുദ്ധീമിൽ പാർക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ യോശുവ ജനത്തോട് പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അവരുടെ പിന്നാലെ 2000 മുഴം അകലത്തിൽ ജനമൊക്കെയും യോർദാൻ കടക്കണം. അപ്രകാരം സംഭവിച്ചു. ജനം അത്ഭുതകരമായി യോർദാൻ കടന്നു. ഈ സംഭവം ഇസ്രായേൽ ജനത്തിന് യോർദാനക്കരെ കടക്കുവാൻ ദൈവം ചെയ്തൊരു അത്ഭുതമായിരുന്നുവെങ്കിൽ നമുക്കിത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യമരണത്തിൽ നിന്നും ലഭിച്ച വിടുതലിന്റെ സാദൃശ്യമാണ്. യോർദാൻ മരണത്തിന് സാദൃശ്യം വഹിക്കുന്നു. മരണത്തിന് മറുകരയിലാണ് വാഗ്ദത്ത ദേശം. മരണമാകുന്ന യോർദാൻ കടക്കാൻ കഴിയുന്നത് യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർക്ക് മാത്രമാണ്. അവർ ആദ്യം യോർദാനിലേക്ക് ഇറങ്ങണം. യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സാദൃശ്യം വഹിക്കുന്നു. അത് അതിവിശുദ്ധമാണ്. അതുമായി സാധാരണക്കാർക്ക് ബന്ധമില്ല. 2000 മുഴം അകലം മാത്രമേ അതിനെ പിന്തുടരുവാൻ കഴിയുകയുള്ളൂ. സമാഗമന കൂടാരത്തിൽ അതിന്റെ സ്ഥാനം അതിപരിശുദ്ധ സ്ഥലത്താണ്. അതിൽ വെച്ചിരിക്കുന്ന 3 വസ്തുക്കൾ ഇസ്രായേലിന്റെ അനുസരണക്കേടിന് ദൈവം നൽകിയ ശിക്ഷയുടെ പ്രതീകങ്ങളാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണവും മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും അതിലുണ്ട്. ന്യായപ്രമാണ ലംഘികളായ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാണ്. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ അതിനെ കൃപാസനം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അത് ദൈവം നൽകുന്ന പ്രായശ്ചിത്തത്തിന്റെ ചിത്രം കൂടിയാണ്. ദൈവം എത്ര സ്നേഹവാനും കരുണാസമ്പന്നനുമാണ്. നാം പാപം ചെയ്ത് ദൈവശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെങ്കിലും ദൈവത്തിന്റെ കൃപയുടെ ആധിക്യം നിമിത്തം ആ സാക്ഷ്യപ്പെട്ടകത്തെ കൃപാസനം കൊണ്ട് മൂടിയിരിക്കുന്നു. ദൈവ കരുണയുടെ മഹാവലിപ്പമാണ് നമുക്കിവിടെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്. ആ നിയമപ്പെട്ടകം ആദ്യമായി യോർദാനിലെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ന്യായവിധിയുടെ വെരുവെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ അത് വകവയ്ക്കാതെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അതിലേക്ക് ഇറങ്ങുന്നു. അവർ അവിശ്വസിച്ചു പകച്ചു നിന്നെങ്കിൽ ഒരിക്കലും ഈ അത്ഭുതം നടക്കില്ലായിരുന്നു. എന്നാൽ ന്യായവിധിയുടെ പെരുവെള്ളം നമ്മുടെ തലയ്ക്ക് മീതെ കവിഞ്ഞു വരുമ്പോൾ നാം അതിൽ മുങ്ങിപ്പോകാതെ അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ തന്നെ വലിച്ചെടുത്തുവെന്ന് 18-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ കരങ്ങൾ നമ്മിലേക്ക് നീട്ടി നമ്മെ രക്ഷിച്ചു. മരണത്തിന് സാദൃശ്യമായ യോർദാൻ ആദ്യമായി തരണം ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായി നമ്മയൊക്കെയും വിടുവിച്ചു. അങ്ങനെ ക്രിസ്തുവിൽ നമ്മുടെ മരണം വഴിമാറി മരണത്തെ മരണം കൊണ്ട് നീക്കിയ മഹാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എല്ലാവരും മരണത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ ക്രിസ്തു സ്വമനസോടെ നമ്മുടെ മരണം ഏറ്റുവാങ്ങി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തോൽപ്പിച്ചു. കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമ്മുടെ മരണഭയം നീങ്ങിയിരിക്കുന്നു. നിത്യമായ മരണത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു. ആ വിടുതലിന്റെ ഓർമ്മയാണ് ഈ കർത്തൃദിവസത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്. കർത്താവ് ഇന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനാണ്. മരണത്തിലേക്കും ന്യായവിധിയിലേക്കും തള്ളുവാൻ
അധികാരമുള്ള വ്യക്തി, മരണത്തിൻ്റെ മേൽ വിജയം വരിച്ച കർത്താവിന് മാത്രമാണ്. നമ്മെ നിത്യമരണത്തിൽ നിന്ന് വിടുവിച്ച, നമുക്ക് വേണ്ടി കാൽവറിയിൽ വിജയം നേടിയ കർത്താവിനെ നമുക്കെല്ലാം നന്ദിയോടും കൂടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു, നിത്യമരണത്തിന് തന്നെ വിധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ആ യോർദാൻ നദിയിലെ വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ ആ മരണത്തിലേക്ക് ഇറങ്ങുവാൻ പകച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ആദ്യമായി മരണത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ട് സ്തോത്രം. മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തോൽപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വലിയ വിടുതൽ നൽകിയതുകൊണ്ട് സ്തോത്രം. മരണത്തെ മരണം കൊണ്ട് ജയിച്ച മഹാനായി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി സകല മഹത്വത്തിനും യോഗ്യനായി വാഴുന്നത് കൊണ്ട് സ്തോത്രം. സർവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.